പ്രിയപ്പെട്ട കുട്ടികളെ, വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ കേരള പാഠാവലി മലയാളം 1 ആദ്യത്തെ യൂണിറ്റിനെ പരിചയപ്പെടുകയാണ്. ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മനസ്സ് നന്നാവട്ടെ എന്നാണ്. മനസ്സ് നന്നാവട്ടെ എന്ന ഒന്നാമത്തെ യൂണിറ്റിൽ ആകെ 3 പാഠഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഒരു കവിതയാണ് പനിനീർ പൂവ്. ഉള്ളൂരിൻ്റെ പനിനീർ പൂവ് എന്ന കവിത നമുക്ക് ആദ്യം പഠിക്കാനുണ്ട്. രണ്ടാമത്തെ പാഠഭാഗം പ്രിയ എസിൻ്റെ ഒരു അനുഭവ കഥയാണ്. താളുകൾക്കിടയിലൊരു മയിൽപ്പീലി എന്നാണ് ആ പാഠഭാഗത്തിന് പേര് നൽകിയിരിക്കുന്നത്. മൂന്നാമതായിട്ട് ഒരു സിനിമയുടെ തിരക്കഥയുടെ ചെറിയൊരു ഭാഗം നമുക്ക് പഠിക്കാനുണ്ട്. പത്മരാജൻ സംവിധാനം ചെയ്തിട്ടുള്ള തിങ്കളാഴ്ച നല്ല ദിവസം എന്നതാണ് ആ തിരക്കഥയുടെ പേര്. നമുക്ക് ഈ പാഠഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രവേശകം ഒന്ന് പരിചയപ്പെട്ട് നമുക്കതിലേക്ക് കിടക്കാം. ഈ യൂണിറ്റ് പരിചയപ്പെടുന്നതിന് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അങ്ങനെ മനസ്സ് നന്നാവട്ടെ എന്ന യൂണിറ്റിനെ പറ്റി നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഒരു വ്യക്തിയെ അദ്ദേഹം നല്ലതാണെന്നും അല്ലെങ്കിൽ മോശമാണെന്നൊക്കെ നമ്മൾ കരുതുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലൂടെയാണ്. ആ പ്രവൃത്തിയിലെല്ലാം മനുഷ്യ മനസ്സിന് വലിയ പ്രാധാന്യം തന്നെ ഉണ്ടെന്ന് നമുക്കറിയാം, അല്ലേ? ഞാൻ ഈ യൂണിറ്റിലെ ഈ കവിത പരിചയപ്പെടുന്നതിന് മുമ്പ് ഇത് വായിച്ചപ്പം എൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ ഒരു കുട്ടികളുമായി സംസാരിക്കാൻ പുറമേ നിന്ന് ഒരു ട്രെയിനർ വന്നിട്ടുണ്ടായിരുന്നു. മോട്ടിവേഷൻ സ്പീക്കറാണ്, നന്ദലാല. അദ്ദേഹം കുട്ടികളോട് ഒരു കഥ പറയുണ്ടായി. ഒരു കാര്യം ഇങ്ങനെ ചോദിച്ചു, നമ്മളാണോ പ്രപഞ്ചമാണോ ഏറ്റവും ശക്തൻ എന്ന് ചോദിച്ചു. ഈ ലോകമാണോ നമ്മളാണോ ഏറ്റവും വലിയ ശക്തൻ എന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് ഞാനും കുട്ടികളുമൊക്കെ ഉത്തരം പറഞ്ഞത് ഇങ്ങനെയാണ്: ഏറ്റവും വലിയ ശക്തൻ ആര് തന്നെയാണ്? പ്രപഞ്ചം തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കുട്ടികളോടായിട്ട് ഞങ്ങളോടായിട്ടൊരു കാര്യം പറഞ്ഞു. മനുഷ്യനാണോ പ്രപഞ്ചമാണോ ഏറ്റവും ശക്തനെന്ന് ആലോചിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഭൂമിയാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അത് നമ്മളറിയാതെ തന്നെ നടക്കുന്നുണ്ട്, അല്ലേ? പുഴ ഒഴുകുന്നുണ്ട്, കാറ്റ് വീശുന്നുണ്ട്, മരങ്ങൾ നമുക്ക് ശ്വാസവായു നൽകുന്നു, ജന്തുജീവജാലങ്ങൾക്ക് പാർപ്പിടമാകുന്നുണ്ട്. അങ്ങനെ നമുക്കറിയാത്ത എന്തെല്ലാമോ സംഗതികൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മക്കളെ, നിങ്ങൾ എപ്പോഴാണ് ഇതറിയുന്നത്? നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ അബോധമായിട്ടിരിക്കുന്ന സമയത്തും ഇതെല്ലാം നടക്കുന്നുണ്ട്. പുഴയുടെ ഒഴുക്കും ശ്വാസവായുവും പ്രകൃതിയിലുണ്ടാവുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ ചെടികളിലുണ്ടാവുന്ന മാറ്റങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതെപ്പോഴാണ് ഉണ്ടാവുന്നത്? നമ്മൾ കണ്ണു തുറക്കുന്ന സമയത്താണ്, അല്ലേ? നമ്മൾ ഇതിനെ തിരിച്ചറിയുന്ന സമയത്താണ്, നമ്മൾ കാണുമ്പോഴാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും മികച്ചവനാരാ? ഞാനാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ഏറ്റവും നല്ല മനുഷ്യരാകുന്നത്. ഇങ്ങനെ എന്നെക്കൊണ്ട് പലതും സാധിക്കുന്നുണ്ട്, ഞാനാണ് ഇതിനെല്ലാം രൂപം കൊടുക്കുന്നത്, എൻ്റെ കണ്ണുകൊണ്ടാണ് ഞാൻ ഈ കാഴ്ചകൾക്കെല്ലാം ജന്മം നൽകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും വലിയവനാരാ, ഏറ്റവും ശക്തനാരാ? നമ്മൾ തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം എന്ന് കുട്ടികളോട് പറഞ്ഞു. കുട്ടികളോട് പറയാൻ കാരണം, നമുക്ക് കഴിവില്ല അല്ലെങ്കിൽ നമ്മൾ പുറകിലാണെന്ന് പറഞ്ഞ് പുറകോട്ട് പോകണ്ട, എല്ലാം നമ്മളെക്കൊണ്ട് സാധിക്കും. നമ്മൾ തന്നെയാണ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നത്, നമ്മൾ തന്നെയാണ് പലതിന് കാരണക്കാരെന്ന തിരിച്ചറിവ് കുട്ടികളിലേക്ക് എത്തണമെന്ന് അദ്ദേഹം പ്രത്യേകം പറയുണ്ടായി. ഈ കവിത വായിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഓർമ്മ വന്നത്. ആ കവിത ഞാൻ ആദ്യം വായിക്കാം. മുഹമ്മദ് ഇക്ബാലിൻ്റെ ആ കവിത ഞാനൊന്ന് വായിക്കാം. മനസ്സ് നന്നാവട്ടെ. സ്വർഗത്തേക്കാൾ ഉന്നതമാണ് മനുഷ്യൻ്റെ പദവി. മനുഷ്യനോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത്. ജീവിതമെന്ന ഗാനത്തിൽ ഏറ്റവും മനോഹരമായ താളം അത് നിങ്ങളാണ്. അങ്ങനെ തന്നെയല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഈ കവിതയും എന്തൊക്കെയോ ഒരു ചേർച്ചയുള്ളതായിട്ട് എനിക്ക് തോന്നി. മനുഷ്യൻ്റെ പദവി, സ്വർഗമെന്ന് പറയുന്ന ഒരു സാങ്കല്പിക ലോകമാണ്. അവിടെ എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാമുള്ള ഒരു സാങ്കല്പിക ലോകമാണ് സ്വർഗം. അതിനേക്കാളുമൊക്കെ എത്രയോ മഹത്തായ പദവിയാണ് മനുഷ്യനായി ജനിക്കുക അല്ലെങ്കിൽ മനുഷ്യനായി ജീവിക്കുക എന്നുള്ളത്. സ്വർഗമെന്നത് സാങ്കല്പികമാവുമ്പോൾ ഈ ഭൂമിയിലെ സ്വർഗം അത് മനുഷ്യൻ്റെ ജീവിതമാണെന്നുള്ള തിരിച്ചറിവ് ആർക്കുണ്ടാവണം? നമുക്കൊക്കെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. മനുഷ്യനോടുള്ള ആദരവ്, മനുഷ്യനുണ്ടാവേണ്ട പ്രധാനപ്പെട്ടൊരു ഗുണമാണ് പരസ്പര ബഹുമാനം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആദരവും സ്നേഹവുമാണ്. അതിനകത്താണ് നമ്മുടെയൊക്കെ സംസ്കാരം നിലകൊള്ളുന്നത്.
സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? നമ്മളെല്ലാം കൂടി ജീവിക്കുന്ന ഒരു കൂട്ടായ്മയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പൊതുവായ ഒരു നിയമവ്യവസ്ഥ അല്ലെങ്കിൽ പോലും നമ്മൾ സാങ്കല്പികമായി നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു ചട്ടക്കൂടാണ് സംസ്കാരം. നമ്മുടെ മാനുഷികമായ സംസ്കാരം, മാനവികമായ സംസ്കാരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ നമ്മുടെ സഹജീവികളെ ആദരിക്കുക, ഈ പ്രകൃതിയെ ആദരവോടുകൂടി പെരുമാറുക, നമ്മുടെ കൂട്ടുകാരോട് ആദരവോടുകൂടി സ്നേഹത്തോടുകൂടി പെരുമാറുക. അങ്ങനെ പരസ്പരമുള്ള ആദരവിലൂടെ മാത്രമാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ സംസ്കാരം രൂപം കൊള്ളുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതമാവുന്ന ഗാനത്തിൽ, നമ്മുടെ ജീവിതം ഒരു പാട്ടുപോലെയാണ്, സംഗീതം പോലെയാണ്. ആ ജീവിതമാവുന്ന ഗാനത്തിൽ ഏറ്റവും നല്ല താളം, ഏറ്റവും മനോഹരമായ താളം, ഏറ്റവും മനോഹരമായ താളം ഏതാ? അത് നിങ്ങളാണ് അല്ലേ? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ താളം എന്ന് പറയുന്നത് എന്താ? ഞാനാണ് എന്ന തിരിച്ചറിവ് എനിക്കുണ്ടാവണം, വേണ്ടേ? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ താളം, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുഖകരമായ താളം ഏതാ? അത് നിങ്ങളാണ്, നിങ്ങളുടെ വ്യക്തിത്വമാണ് എന്ന തിരിച്ചറിവിലേക്കാണ് മുഹമ്മദ് ഇക്ബാലിൻ്റെ ഈ കവിത കൊണ്ടെത്തിക്കുന്നത്. പ്രവേശകത്തിന് താഴെ ഒരു ചെറിയൊരു ബോക്സിൽ കുട്ടികൾക്ക് ചർച്ച ചെയ്യാനുള്ളൊരു പ്രവർത്തനം നൽകിയിട്ടുണ്ട്. മനുഷ്യരോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത്. സ്വന്തം അഭിപ്രായം എഴുതാനാണ്. മനുഷ്യന് സംസ്കാരം രൂപം കൊള്ളുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. മനുഷ്യർ കൂട്ടമായി ജീവിക്കുന്ന പരിസരങ്ങളിൽ രൂപപ്പെട്ടു വരുന്ന പരസ്പരം ആദരവിൻ്റെയും സഹകരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരാകത്തുകയാണ് മാനവിക സംസ്കാരം അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മാനുഷികമായ ആദരവിൽ നിന്നും ഉണ്ടാവുന്ന ആ സംസ്കാരത്തെ പറ്റി നിങ്ങളുടെ സ്വന്തം അഭിപ്രായം എഴുതാനാണ്. നമ്മൾ മനുഷ്യർ പരസ്പരം സ്നേഹിക്കണ്ടേ? നമ്മൾ മനുഷ്യർ പരസ്പരം ആദരിക്കണ്ടേ? ആ ആദരവും സ്നേഹവും ഇതെല്ലാം കൂടി ചേരുമ്പോഴല്ലേ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ലോകത്ത് നടക്കുന്ന മനുഷ്യർ ആക്കി തീർക്കുന്ന, മനുഷ്യർ ചെയ്തു വരുന്ന കൊടും ക്രൂരകൃത്യങ്ങൾ അല്ലെങ്കിൽ കൊള്ളരുതായ്മകൾ, ഇതിനെല്ലാം മറികടക്കാൻ എങ്ങനെയാണ് പറ്റുക? നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റണം. അതിലേക്ക് മനുഷ്യ മനസ്സിലേക്ക് പരസ്പര ആദരവിൻ്റെ ഒരു ഘടകത്തെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. അത് എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്? നമ്മുടെ ക്ലാസ് മുറികളിൽ നിന്നാവണം. നമ്മുടെ സഹപാഠിയോട് സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി അവനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഉള്ള മനസ്സ് നമ്മൾ ഉണ്ടാക്കി തീർക്കേണ്ടതുണ്ട്. അങ്ങനെ പരസ്പര ആശ്രിതത്വത്തിലൂടെ, പരസ്പര സ്നേഹ സഹകരണത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? മനുഷ്യ സംസ്കാരത്തെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അല്ലേ? അങ്ങനെ പരസ്പരം ആദരവിലൂടെ നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന മാനവികമായ ഉദാത്തമായ സംസ്കാരത്തിലൂടെ നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് ഒരു സ്വർഗത്തെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. സ്വർഗമെന്ന സാങ്കല്പിക പദമായിട്ടല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സൽപ്രവർത്തികളിലൂടെ, നമ്മുടെ നല്ല കാഴ്ചപ്പാടിലൂടെ, പരസ്പര സ്നേഹത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഭൂമിയിൽ തന്നെ നമുക്ക് സ്വർഗം സൃഷ്ടിക്കാൻ പറ്റും. പിന്നീടുള്ള സുഖത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഇവിടെ നമ്മൾ രൂപീകരിച്ചെടുക്കുന്ന സ്വർഗതുല്യമായ ജീവിതം. ആ ജീവിതമാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. നിങ്ങൾക്ക് മനസ്സ് നന്നാവട്ടെ, അല്ലെങ്കിൽ മനസ്സിൻ്റെ പ്രാധാന്യം, അതിനെപ്പറ്റി നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കുട്ടികൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതും, പ്രത്യേകിച്ച് നമ്മുടെ ഈ കൗമാരപ്രായത്തിൽ നമ്മുടെ മനസ്സിനെയൊക്കെ മാറ്റി ചിന്തിപ്പിക്കുന്ന, ചലിപ്പിക്കുന്ന, വഴിമാറ്റി നടത്തുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. അതെല്ലാം മനസ്സിലാക്കി ശരി തിരഞ്ഞെടുത്ത് തെറ്റിനെ മാറ്റി നിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അത്തരത്തിൽ മനസ്സിനെ ഏകീകരിക്കാൻ കഴിയുന്ന കുട്ടികളാവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് മറ്റ് പാഠഭാഗങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ക്ലാസ്സിനെ പറ്റി അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. സ്നേഹത്തോടു കൂടി നിങ്ങളോട് വിട പറയുന്നു. ബൈ.